ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് രാവിലെ വന്നിരിക്കുന്ന അയ്യമ്പാറ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ് അയ്യമ്പാറ. ഇതാണ് സ്ഥലം. ഞങ്ങൾ അയ്യമ്പാറയിലേക്കുള്ള എൻട്രൻസിലാണ് നിൽക്കുന്നത്. ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട്. ഇതാ വൈഫ് അന്ന, ചെറുക്കനുണ്ട് അവിടെ ഓടിക്കളിക്കുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. രാവിലെ അവിടുന്ന് പോകുന്ന, പക്ഷേ എത്തിയപ്പോൾ ഇവിടെ ഇത്ര സമയമായി, കുറച്ച് ലേറ്റായി പോയി. ഞങ്ങൾ മറ്റേ സൂര്യോദയമൊക്കെ എടുക്കാമെന്ന് ഓർത്ത് വന്നതാണ്. പക്ഷേ ഇവിടെ കിട്ടിയത് ഈ ഒരു കണ്ടീഷൻ. അത് കണ്ടേ, പുറയിൽ ഇതാ സൂര്യൻ ഉദിച്ചങ്ങ് പോയി. അവിടെ ഉദിക്കുന്ന സാധനം ഉദിച്ച് ഇങ്ങോട്ട് പോയി. അപ്പോൾ എന്തായാലും ഈ സ്ഥലം എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കൂ. ഇവിടെ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഈ സ്ഥലത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ആൻ്റപ്പ, സ്ഥലം എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഇതാണ്ട് ആൻ്റപ്പൻ, കുഞ്ഞു വ്ളോഗറാണ് ആൻ്റപ്പൻ. ഒരു ഹായ് പറഞ്ഞേ. ഓക്കെ, അപ്പോൾ നമുക്ക് താഴേക്ക് പോവാം. താഴെ കുറച്ച് സസ്പെൻസ് ഉണ്ട്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു കോട്ടയം ജില്ലയിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടൂറിസം സ്പോട്ടാണ്. വരുന്നവർ കെയർഫുൾ ആയിട്ടേ വരാവുള്ളൂ. ഇവിടെ കൈവരികളൊന്നുമില്ല. താഴേക്കൊക്കെ ഭയങ്കര കൊക്കമുള്ള സ്ഥലമാണ്. അതെ, ഇവിടെ ഒരു അമ്പലം ഉണ്ട്. ഇതിന് താഴെ മേളിൽ പള്ളി, താഴെ അമ്പലം. മതസൗഹാർദ്ദം തുളുമ്പി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. കുർബാന നടക്കുന്നുണ്ട് മേളിൽ. പിന്നെ താഴെ ഇതാ അമ്പലമുണ്ട്. അമ്പലം ആരുടെയാണെന്ന് നമുക്ക് നോക്കാം താഴെ പോയി. പിന്നെ ഇവിടെ നല്ല സ്ഥലമായിട്ട് ഇവിടെ ഒരു ഗുഹയുണ്ട്. ഇതിൻ്റെ താഴെയായിട്ടൊരു കേവുണ്ട്. അതും നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സൈക്കിളുകളൊക്കെ രാവിലെ വന്നിട്ടുണ്ട്. ഇതല്ലേ, പിള്ളേരൊക്കെ രാവിലെ എൻജോയ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ കഴിഞ്ഞ് മുമ്പ് ഇവിടെ ആൾക്കാർ, ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളാണ് ഇവിടെ ആദ്യം വന്നതെന്ന്. പക്ഷെ അല്ല, ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും ഈ അയ്യമ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 അടി ഉയരത്തിലാണ്. ശരിക്കും ഈ ഒരു സ്ഥലം സമുദ്രനിരപ്പിൽ നിന്ന് 2000 അടി ഉയരത്തിലാണ് അയ്യമ്പാറ ഇരിക്കുന്നത്. പിന്നെ ഈ അയ്യമ്പാറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പഞ്ചപാണ്ഡവർ വന്ന് താമസിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം. അതായത് 5 പാറ എന്നാണ് നേരത്തെ ഇത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പിന്നീട് ഇത് കാലക്രമത്തിൽ പറഞ്ഞ് അയ്യമ്പാറയായിട്ട് മാറി. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത 20 ഏക്കറാണ് ശരിക്കും ഈ പാറ എന്ന് പറയുന്നത്. ഒരു ഒറ്റ പാറ 20 ഏക്കറാണ് ഇങ്ങനെ. അതിൻ്റെ കുറച്ച് ഭാഗമേ ഉള്ളൂ നമുക്കിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമുള്ളൂ. സോ നമ്മളിന്ന് ഈ സ്ഥലത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരും. ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാം. നിങ്ങൾ ഇതാ നോക്കിക്കോളൂ. ആ സൈഡ് മുതൽ ഇങ്ങനെ സ്ഥലങ്ങളാണ്. പാല, ഈരാറ്റുപേട്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് അങ്ങ് ദൂരെ അതാ നമുക്ക് ആലപ്പുഴ ഭാഗം വരെ കാണാമെന്നാണ് പറയുന്നത്. കുറേ സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, കോട്ടയം ജില്ലയിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്. കാരണം ഇവിടെ വരുമ്പോൾ ഇതാ നോക്കിക്കോണ്ടല്ലേ, ഇതിന് തൊട്ട് താഴെ ഭയങ്കര കുഴിയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെയും കൊണ്ട് വരുന്നവർ, ആൻ്റപ്പനെ നോക്ക്, കുട്ടികളെയും കൊണ്ട് വരുന്നവർ സൂക്ഷിക്കണം. രാവിലെ വരുവാണെങ്കിൽ ഇന്നിപ്പോൾ കോടമഞ്ഞ് കുറവാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ക്ലിയർ ആയിട്ട് കാണാം. ചില സ്ഥലത്തൊക്കെ മഞ്ഞുള്ളൂ. മലകൾ എണ്ണാൻ പറ്റും. 1, 2, 3, 4, 5, 6, 7 മലകൾ. 8 മലകൾ എനിക്ക് ഇവിടെ നിന്ന് തന്നെ എണ്ണാൻ പറ്റുന്നുണ്ട്. നോക്കിയാൽ ക്ലിയർ ആയിട്ട് കാണാം. 8 മലകൾ നമുക്ക് എണ്ണാം ഇവിടെ നിന്ന്. ഓരോ സ്ഥലങ്ങളാണ് കേട്ടോ. നേരെ നോക്കി ഈരാറ്റുപേട്ട കാണാം. അങ്ങനെ കറങ്ങി ഇതാ അവിടെ വരുമ്പോൾ പാലയുണ്ട്. ശരിക്കും ഇവിടെ നിന്ന് ആലപ്പുഴ വരെ കാണാമെന്നാണ് പറയുന്നത്. ഒരു 4 മണി സമയത്തൊക്കെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അങ്ങ് ദൂരെ ഇങ്ങനെ പാടശേഖരത്തിൽ ഇങ്ങനെ വെയിലടിച്ചിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ ശരിക്കും ഇവിടെ കാണാമായിരുന്നു. ആൻ്റപ്പനെ കൊക്കയൊക്കെ കണ്ടപ്പോൾ താഴേക്ക് ചാടാനൊക്കെ തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം അത്രയ്ക്ക് മനോഹരം കേട്ടോ. ആരാണല്ലോ ഒന്ന് ചാടിപ്പോയി കൊക്ക കണ്ടു കഴിഞ്ഞാൽ. ശരിക്കും താഴേക്ക് നോക്കുന്നതല്ലേ, ഈ കൊക്ക കാണുമ്പോൾ ആർക്കാണല്ലോ ഒന്ന് ചാടാൻ തോന്നും. അത്രയ്ക്ക് മനോഹരമാണ്. പക്ഷേ ഇവിടെ വരുന്നവർ കുട്ടികളെയും കൊണ്ടാണ് വരുന്നതെങ്കിൽ സേഫ്റ്റി മെഷേഴ്സൊക്കെ എടുത്തിട്ടേ വരാവുള്ളൂ. പക്ഷേ ഇത് മിസ് ചെയ്യരുത്. കാരണം ശരിക്കും കാണാം കേട്ടോ. 8 മല. നീ നോക്ക്, എണ്ണി നോക്കി എത്ര മലയുണ്ടെന്ന്. എനിക്ക് 8 മലകൾ ഇപ്പോൾ കാണത്തില്ലേ. മഞ്ഞുണ്ടായിട്ട് പോലെ 8 മലകൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും. നീ വേറെ ഇവിടെ കോട്ടയം ജില്ലയിൽ ഇത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന വേറെ സ്ഥലമില്ല. വ്യൂ പോയിന്റാണ്. പക്ഷെ ഇവിടെ കൈവരി ഇല്ലാത്തതാണ് ഏറ്റവും ഡേഞ്ചർ. അപ്പം നമുക്ക് ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അയ്യമ്പാറയുടെ ഒരു സൈഡാണ്. ഇറങ്ങി വരുമ്പോൾ തന്നെയുള്ള ഒരു ലെഫ്റ്റ് സൈഡാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു അമ്പലവും ഗുഹയൊക്കെ ഉണ്ട് അവിടെ. ഇത് ശരിക്കും ഈ സ്ഥലത്തിൻ്റെ ഐതിഹ്യം ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട്. 5 പാറ എന്നാണ് നേരത്തെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇവിടുത്തെ ഐതിഹ്യം, ഇവിടെ പഞ്ചപാണ്ഡവർ വന്ന് സ്റ്റേ ചെയ്തിരുന്നു. 5 പാറയാണ് പിന്നീട് അയ്യമ്പാറയായിട്ട് അറിയപ്പെട്ടത്. പിന്നെ അതേപോലെ ഗുഹ കഴിഞ്ഞ പ്രാവശ്യം നീ ഇറങ്ങിയില്ലായിരുന്നു അവിടെ. ഗുഹയുണ്ട്, ശരിക്കും നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ കാണിച്ചു തരാം ഗുഹ. ആൻ്റപ്പനും കാണണമെന്ന് ഗുഹ. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയി ആ ഗുഹയൊന്ന് എങ്ങനെയുണ്ടെന്ന്, ഗുഹയെന്ന് ഇവിടെ എവിടെയോ എഴുതി വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാം. ലെറ്റ്സ് ഫൈൻഡ്. ഈ അമ്പലത്തിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ
ഫ്രണ്ടിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലെ ഗുഹ കേട്ടോ, മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടുന്ന്. ഇതവിടെ എഴുതിയിട്ടുണ്ട്, പുരാവസ്തു ഗവേഷകർ മറ്റോ ഒന്ന് മാർക്ക് ചെയ്തേക്കുന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ വന്നിട്ട് സൂക്ഷിച്ചിറങ്ങണം. ഇതാ ഇവിടെ ഇങ്ങനെ വന്ന് ഇവിടെ ഇറങ്ങാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ്. സോ ഇതാണ് നമ്മൾ ഗുഹ എത്തിയിട്ടുണ്ട്. ഇതാ ഈ കാണുന്നതാണ് ഗുഹ. നോക്കിയോ, ഞാൻ വെറുതെ പറഞ്ഞതല്ല, നമുക്കിതിനകത്തൊന്ന് കയറി നോക്കാം. കയറാൻ ഇച്ചിരി പാടാണ്, ഗുഹയാന്ന് പറഞ്ഞാലും 15 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഗുഹയത്. ശരിക്കും ഇതൊരു പ്രകൃതിയുടെ ഒരു സൃഷ്ടി പോലെ ഉണ്ട് കണ്ടിട്ട്. ഒരു സുഖമായിട്ട് വൈകുന്നേരം കിടക്കാം. അതിനകത്ത് വലിയ ചൂടൊന്നുമില്ല, നല്ല ക്ലൈമറ്റ്, ചൂടുമില്ല തണുപ്പുമില്ല. അതാ ഞങ്ങളുടെ കുഞ്ഞാൻ്റപ്പൻ ഗുഹയ്ക്കകത്ത് കയറിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഉണ്ട് ഗുഹയ്ക്കകത്ത്. ഇതാ ഇവിടെ വരുന്നവർ ഈ ഗുഹ എന്തായാലും കാണണം. ശരിക്കും ഒരു ഗുഹ കഴിഞ്ഞ് നമ്മളിതാ ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അതിനകത്ത് എനിക്ക് ഈ അയ്യമ്പാറയിൽ ഏറ്റവും നല്ല വ്യൂ പോയിന്റ് ആയിട്ട് തോന്നിയതാണ്. ഗുഹ കഴിഞ്ഞ് നേരെ താഴേക്ക് ഇറങ്ങിയാൽ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റിയ സ്ഥലം. ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇതുണ്ടോ, ഇങ്ങനെ താഴേക്ക് ഇറക്കണം. അവിടെ നേരെ താഴോട്ട് കുഴിയാണ്. ഇതിൻ്റെ പ്രത്യേകത ഇവിടുന്ന് വേണം താഴേക്ക് ഇറങ്ങാം. നല്ല ചെരിഞ്ഞിട്ടുള്ള പ്ലെയിനാണ്. വരുന്നവർ കുറച്ച് സൂക്ഷിച്ച് വേണം വരാൻ, ഇറങ്ങാൻ. ഇതിന് താഴേക്ക് ഇറങ്ങാതിരിക്കുന്നതല്ല. ഞാനവിടെ ഇട്ടിട്ട് പോകുന്ന പറഞ്ഞ് പരാതി പറയുന്നുണ്ട്. വിളിച്ചോണ്ട് വരാം. ബാ. അതെ, നിങ്ങൾ ഗുഹയ്ക്കകത്ത് ഇങ്ങനെ മുഴുകി ഇരുന്ന് പോയതുകൊണ്ട് ഞാൻ പതുക്കെ ഇറങ്ങി പോകുന്നു. വരുന്നവർ ഈ സ്ഥലം എന്തായാലും കാണണം. പിള്ളേർ സെറ്റൊക്കെ വരുന്നുണ്ട്. രാവിലെ അവർ എൻജോയ് ചെയ്യാൻ വന്നതാണെന്ന് തോന്നുന്നു. സൈക്കിളൊക്കെ ആയിട്ട് പിള്ളേർ വന്നിട്ടുണ്ട്. നിങ്ങളെവിടുന്നാ വരുന്നേ? ദൂരെന്നല്ല. ഈ കയറ്റമൊക്കെ തള്ളി കയറ്റിയോ ചവിട്ടി കയറ്റിയോ സൈക്കിള്? പഠിക്കുവാണോ അതോ? പേര് കൊറോണ ആയതൊരു പേടിക്കണ്ടേ? സാനിറ്റൈസ് ചെയ്തോ? ഓക്കെ. പേരെങ്ങനെയാണ്? അപ്പോൾ ഫ്രണ്ട്സ്, ഒത്തിരി പേര് രാവിലെ ഇവിടെ വന്നിട്ടുണ്ട് ഫോട്ടോസൊക്കെ എടുക്കുന്ന ആൾക്കാർ. ശരിക്കും ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. നമ്മൾ പറഞ്ഞ അമ്പലത്തിനടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. മൊത്തം 20 ഏക്കറാണ് പാറ ഇവിടെ. വിക്കിപീഡിയയിൽ കൊടുത്തിട്ടുണ്ട് 20 ഏക്കറാണ് ഈ സ്ഥലം മൊത്തത്തിൽ പാറയായിട്ടുള്ളത്. ശരിക്കും വേണമെങ്കിൽ നമുക്കൊരു ജില്ല മുഴുവൻ വീട് പണിയാനുള്ള കല്ല് പൊട്ടിച്ചെടുക്കാം, അത്രയും പാറയുണ്ട്. ശരിക്കും പൈതൃകമായിട്ടുള്ള സ്ഥലമാണ്. സോ ഇല്ലിക്കക്കല്ല് കാണാത്തവർ കണ്ടോളൂ. അതാ അവിടെ ഇല്ലിക്കക്കല്ല്. നീ കണ്ടോ ഇല്ലിക്കക്കല്ല്? കണ്ടോ? ആണ് നരകപാലം, കുടക്കല്ലെന്നൊക്കെ പറയുന്ന സാധനം ദൂരേന്ന് കാണണമെങ്കിൽ ഇതാ അങ്ങ് നോക്കിക്കോളൂ, കാണാം. അത് കഴിഞ്ഞിട്ട് ഇതാ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അതാ അവിടെ നോക്കൂ, അതാണ് ഇലവീഴ പൂഞ്ചിറ. ഇതൊക്കെ ഹൈ ടെറൈൻ ആണ് കേട്ടോ. പോകുന്നൊരു 4x4 വണ്ടി ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെയൊക്കെ കയറി. എൻ്റെ ഒരു ഫ്രണ്ട് വ്ലോഗ് ചെയ്യാൻ പോയിട്ട് മാരുതി 800 പോയിട്ട് മറ്റേ അവിടെ സ്ഥലം ഏതാ, ഇലവീഴ പൂഞ്ചിറ കയറാൻ പറ്റിയില്ല. ഇപ്പോൾ ഇലവീഴ പൂഞ്ചിറയിലൊക്കെ പോകുന്നവർ ഒന്നെങ്കിൽ ബൈക്കിൽ പോവുക, അല്ലെങ്കിൽ 4x4 വണ്ടിയിൽ പോവുക. ഇപ്പോൾ അവിടെ വഴി ഇത്തിരി മോശമാണ്. സോ ഈ അമ്പലത്തിൻ്റെ ചുറ്റും നിങ്ങൾ നോക്കിയോളൂ. ഈ അമ്പലത്തിൻ്റെ ഇവിടെയൊക്കെ വല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലം അവിടെ നിങ്ങൾ വരുവാണ്. ഇത് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം അതാ. എന്താ നല്ല വ്യൂ ആണ് ഫോട്ടോ എടുക്കാൻ പറ്റിയതാ. കേട്ടോ അമ്പലം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം അയ്യമ്പാറ. എല്ലാവർക്കും കൂടെ ഒരുമിച്ചൊരു കൂല് വേണം. ട്രക്കിങ് പോകണ്ട ഇതിനകത്തൂടെ, പുല്ലിനകത്തൂടെയൊക്കെ സൂക്ഷിച്ച് വേണം പോകാൻ. സോ ഡേഞ്ചറസ്. തെരുവപ്പുല്ലാണ്. ദേഹത്ത് കൊണ്ട് കഴിഞ്ഞാൽ പോളപ്പുല്ല്, ദേഹത്ത് കൊണ്ട് കഴിഞ്ഞാൽ കീറും. മറ്റേ ലെമൺ ഗ്രാസ്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ കണ്ട ഈ ഞൊട്ടാജോടിയും പോലെ ഒരു ചെടിയുണ്ട്. അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അവിടെ നിർത്തി ഞങ്ങൾ 1-2 ഫോട്ടോ എടുക്കണം. ഇവിടെ ലവ് സീനൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. കല്യാണം കഴിഞ്ഞവർക്കും കഴിക്കാൻ പോകുന്നവർക്കും ഒക്കെ
വന്ന് ലവ് സീൻ എടുക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറാണ്. നമ്മളെന്തായാലും ഒരു 10 കല്യാണം കഴിഞ്ഞ് 10 കൊല്ലമായി, എങ്കിലും ഞങ്ങളും ഒരു ലവ് സീൻ എടുക്കുവാണ്. സോ ഈ നോക്കിയാൽ ഈ തറയും നല്ല രസമുണ്ട് കാണാൻ. പുല്ലൊക്കെ പിടിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ ഉണങ്ങിപ്പോയിരിക്കും. പക്ഷെ ഇപ്പം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ആൻ്റപ്പൻ അവരെ കൂവി വിളിക്കുക. കുറച്ച് ആൾക്കാർ ഇവിടെ അവിടെ വന്നിട്ടുണ്ട്. ഒരു കമ്പനിയായി, കൂവി കമ്പനിയായെന്ന് തോന്നുന്നു. സോ ഞങ്ങളിവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും കൂടെ എടുക്കും, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടാൻ. ഇവിടെ വരുന്നവർക്ക് ഫോട്ടോ എടുക്കാം. പിന്നെ ശരിക്കും താഴേക്ക് ഇങ്ങനെ ഉയരങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി സ്ഥലമാണ്. ഇവിടെ നെല്ലിക്കക്കല്ല്. അതെ, ഒരു 5 മണി സമയത്ത് ഞങ്ങൾ ഒന്നുകൂടെ വരണമെന്ന് ആഗ്രഹിക്കുന്നു. സൂര്യൻ അങ്ങനെ പടിഞ്ഞാറ് അസ്തമിക്കുന്നത് കാണാൻ ഞങ്ങൾ എന്തായാലും ഒന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്നു. നടക്കുമെന്ന് അറിയത്തില്ല. സോ രാവിലെ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതാണ്. പക്ഷേ ഇവിടുത്തെ മരങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയാണ്. ഉണങ്ങിയെന്നല്ല, കാണാൻ ഒരു ഫോട്ടോജനിക്കാണ്. മരങ്ങൾ പോലും ഫോട്ടോജനിക്കാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മുടെ മരങ്ങൾ പോലെയല്ല, ശരിക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിച്ച പോലെയുണ്ട് മരങ്ങൾ. നമുക്ക് അതാണ് ഇവിടുത്തെ ബ്യൂട്ടി. മരങ്ങളൊക്കെ ഒരു പ്രത്യേക ടൗണിലുള്ള പൂക്കളും, പകുതി ഉണങ്ങി പകുതി പച്ചപ്പില്ല, അങ്ങനെ പുല്ലുകളാണല്ലോ നോക്കണ്ട. അടിവശം നല്ല പച്ച, മേളിലേക്ക് ഉണങ്ങി. ഒരു നല്ല പ്രാർത്ഥനയുടെ അന്തരീക്ഷമുണ്ട് കേട്ടോ. മേളിൽ പള്ളിയുണ്ട്, ഇവിടെ അമ്പലമുണ്ട്. പ്രാർത്ഥിക്കാൻ വരുന്നവർക്കും മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ വരുന്നവർക്ക് വലിയ റഷൊന്നുമില്ല. ഫ്രഷ് എയർ, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. കുറച്ച് സമാധാനമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തിരക്കുകളിൽ നിന്നൊക്കെ കുറച്ച് സമാധാനമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇത് അമ്പലം, മേളിൽ പള്ളി, അതുകൊണ്ട് പ്രാർത്ഥനയുടെ അന്തരീക്ഷമുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, കുട്ടികളായിട്ട് വരുമ്പോൾ ഒന്നെങ്കിൽ അവരുടെ കയ്യിലെന്തെങ്കിലും വള്ളി കെട്ടി കൈ പിടിച്ചോണം, നല്ല ഉരുണ്ട് താഴെ പോകും. ശരിക്കും സൈഡ് വശം ശരിക്കും നല്ല കയർവി ആയിട്ടുള്ള സ്ഥലം. ഭയങ്കര കൊക്ക, 2000 അടി ഉയരത്തിൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കൊക്ക 2000 അടി താഴേക്കായിരിക്കും. എന്തായാലും വന്നാൽ നഷ്ടമാവില്ല കേട്ടോ. ഈ ചെടിയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കിഡിലമായിരിക്കും. നോക്കണ്ട, ഇതിൻ്റെ സൈഡിലൊക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കേട്ടോ സൂപ്പർ സ്ഥലമാണ്. ഫോട്ടോ എടുക്കാൻ പറ്റിയുണ്ട്. ഇങ്ങനെയുള്ള ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കൊന്ന് ഫോട്ടോ എടുത്താലോ തന്നെ അവിടെ പോയി ഇത് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ടൊരു ഫോട്ടോ എടുത്താലും എന്നിട്ട് പോകുമ്പോൾ. സെറ്റൊക്കെ വന്നിട്ടുണ്ട്, മേളിൽ അടിച്ച് പൊളിക്കുന്നുണ്ട്. അവരുടെയാണ് കൂച്ചയൊക്കെ കേട്ടത്. ഇങ്ങനെ വീഡിയോസ് എടുത്ത് കഴിഞ്ഞാൽ എന്നെ രസമായിരിക്കും അല്ലേ, ആളെ നിർത്തിയിട്ട് ബി റോൾ വീഡിയോസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ശരിക്കും ബി റോൾ വീഡിയോ ചെയ്യുന്നവർക്ക് ഇതൊരു ശരിക്കും നല്ലൊരു ഡെസ്റ്റിനേഷൻ. നോക്ക്, സൂപ്പർ ലാൻഡ്. ഭയങ്കര ഉണ്ടോ ഈ പുല്ലിനിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബി റോൾ ചെയ്യണം. ഒരാളെ അപ്പുറത്ത് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും. സൂപ്പറായിരിക്കും. സോ ബൈ ബൈ അയ്യമ്പാറ. സോ ബൈ ബൈ അയ്യമ്പാറ. ഞങ്ങൾ അയ്യമ്പാറ രാവിലെ വന്ന് എല്ലായിടവും ഒന്ന് കറങ്ങി, അത്യാവശ്യമൊക്കെ കണ്ടു. ഇനി വെയിൽ ഉറക്കുവാണ്. ഇതാണ് എൻട്രൻസ്, അയ്യമ്പാറയുടെ എൻട്രൻസ്. മേളി പള്ളി, താഴെ അമ്പലം, മറക്കണ്ട. ബ്യൂട്ടിഫുൾ വ്യൂ പ്ലേസ് ആണ്. തിരിച്ച് ഇറങ്ങുന്ന വഴിയാണ്. അയ്യമ്പാറന്ന് നമ്മൾ തിരിച്ചു പോവാണ്. അയ്യമ്പാറ എന്താ അവിടുത്തെ മല ഇറങ്ങി താഴേക്ക് സൂപ്പർ സ്പോട്ടാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യണം. കടലിനും അക്കരെ നല്ലൊരു കല്ലു പതിച്ചൊരു കൊട്ടാരം. കൊട്ടാരത്തിൻ മട്ടുപ്പാവിൽ രാജകുമാരനൊരു